വെൽക്കം ടു ASLB അക്കാഡമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ ഉടനെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ വിളിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഷോർട്ട് നോട്ടീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡിപ്ലോമയും ബിടെക്കും കഴിഞ്ഞ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു അവസരം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് കേട്ടോ. നമുക്കിപ്പോൾ നിലവിൽ ആപ്ലിക്കേഷൻ ഷോർട്ട് നോട്ടായിട്ട് വന്നിരിക്കുന്നത്. മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ പോസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ അതിൽ തന്നെ നമ്പർ ഓഫ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ഒരു 4098 എന്നുള്ള വേക്കൻസിയാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14, 2026 ആപ്ലിക്കേഷൻ അതായത് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 13 വരെയാണ് കേട്ടോ. അതായത് ഒരു മാസത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു സമയമുണ്ട്. എന്നാലും നിങ്ങൾ കാണുന്ന ആ സ്പോട്ടിൽ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് CEN നമ്പർ 04/2026 എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ നമ്പർ വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏതൊക്കെ ട്രേഡുകാർക്കാണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ 3 ഇയർ ഡിപ്ലോമക്കാർക്കും അല്ലെങ്കിൽ BTech BE കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ഏതൊക്കെ ട്രേഡാണ്? സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അപ്ലൈയിങ് ഫോർ RRB ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് 2026 ഷുഡ് ബി ആസ് അണ്ടർ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. അതായത് 18 വയസ്സ് പൂർത്തിയായ ആളായിരിക്കണം. ഇനി മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 33 വയസ്സ് വരെയാണ്. ഇനി ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഏജ് റിലാക്സേഷനിൽ വരുമ്പോഴത്തേക്കിനും SC ST കാൻഡിഡേറ്റുകൾക്ക് 5 വർഷത്തെ ഒരു റിലാക്സേഷൻ ഉണ്ട്. OBC കാറ്റഗറിക്കാർക്ക് 3 വർഷത്തെ റിലാക്സേഷനും ഉണ്ട്. ഇത് നമ്മുടെ ഡിപ്ലോമ BTech കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് കേട്ടോ. ആരും മിസ്സാക്കരുത്. ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഒരിക്കലും മിസ്സാക്കരുത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ കോഴ്സ് ഫീസ് ഉണ്ടാവും. ഇനി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? 400 രൂപ റീഫണ്ടായിട്ട് ലഭിക്കുന്നുണ്ട്. SC STക്കാർക്ക് ബാക്കി വേറെ ആർക്കൊക്കെയാണ്? PWBD, എക്സ് സർവീസ്, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ്, മൈനോറിറ്റി, EBC എന്നീ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് 250 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 250 രൂപയും റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാമെന്നുള്ള ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ സ്റ്റേജ് 1 ഉണ്ട്. സ്റ്റേജ് 1 എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു CBT എക്സാം ആയിരിക്കും കേട്ടോ. അത് ക്വാളിഫയിങ് സ്ക്രീനിങ് ടെസ്റ്റ് കവറിങ് മാത്തമാറ്റിക്സ്. അതിലുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. മാത്തമാറ്റിക്സ് ഉണ്ടാവും, ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ്. ഇത്രയും സബ്ജക്റ്റുകൾ ആയിട്ടുള്ള ഒരു CBT എക്സാം 1 ആയിരിക്കും ആദ്യം നടക്കുക. അതിനുശേഷം CBT എക്സാം 2 ഉണ്ടാവും കേട്ടോ. CBT എക്സാം 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് കവറിങ് ജനറൽ അവയർനെസ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് ബ്രാഞ്ച് സ്പെസിഫിക് ടെക്നിക്കൽ എബിലിറ്റീസ്. അതായത് നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ സിവിലാണോ ഇലക്ട്രിക്കലാണോ അങ്ങനെയുള്ള നോക്കിയിട്ട് ആ ബ്രാഞ്ച് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും CBT എക്സാമിൽ രണ്ടാമത്തെ CBT എക്സാം 2 വരുന്നത്. ഇനി സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ്. ഈ 2 എക്സാമും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തിൽ ലഭിക്കും? നമുക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുള്ള ഇൻവിറ്റേഷൻ ലഭിക്കും. വെരിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഏജ് ആൻഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഫോർ കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ബേസ്ഡ് ഓൺ CBT 2 എക്സാം. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എ ഫിറ്റ്നസ് ടെസ്റ്റ് ആസ് പെർ റെയിൽവേസ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ബിഫോർ ഫൈനൽ സെലക്ഷൻ. ഫൈനൽ സെലക്ഷന് മുൻപ് അവരുടെ ആ ഒരു മെഡിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഒരു RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ
ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ, ഓഗസ്റ്റ് 14 മുതലാണ്, സെപ്റ്റംബർ 13 വരെ ഡേറ്റ് ഉണ്ട്. നല്ലൊരു ജോബാണ്. അതായത് ഈ ഒരു ട്രേഡ് കഴിഞ്ഞിട്ടുള്ള പക്ക ട്രേഡിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് RRB JEE എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻ AIZB അക്കാഡമിയുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നല്ലൊരു എക്സാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ, നല്ലൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് AIZB അക്കാഡമി നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.